കോടതിയിൽ ഹാജരാക്കിയ ഒരുപക്ഷെ ജയിലിലേക്ക് പോകേണ്ടി വരും. മുത്തശ്ശി ജയിലിലേക്ക് പോകുന്നു കാണാൻ എനിക്ക് വയ്യ. അങ്ങനെ കണ്ണു കാണാൻ പറ്റാത്ത കോടതിയൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ല മോളെ. എന്നെ അവര് എങ്ങോട്ടും അയക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു പരീക്ഷണത്തിന് മുത്തശ്ശി വിട്ടുകൊടുക്കാൻ എനിക്കാവുന്നില്ല. പ്രിയങ്ക വരുണിനെ വിളിച്ച് പറഞ്ഞിരുന്നു, ഞാൻ വരുണിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവളെ ഈ കേസ് പിൻവലിക്കാന്ന്. അതുകൊണ്ട് ഞാൻ പോവാ മുത്തശ്ശി. വരുണിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഞാൻ പോവാ. മോളെ രാധിക, തനിക്ക് എങ്ങനെയാണോ ഇങ്ങനെ പറയാൻ തോന്നുന്നത്? എനിക്ക് വേറെ വഴി അറിയില്ല. എന്നും എല്ലാം വിട്ടുകൊടുത്ത ശീലം. ഞാനൊരു അനാഥ കുട്ടിയാ. ഇത്രയും കാലം ആരെനിക്ക് തന്ന സ്നേഹമായാലും അത് മരണം വരെ ഓർത്തിരിക്കാൻ എനിക്കത് മതി. ഞാൻ പോവാ. പ്രിയെ വിളിച്ച് ഞാൻ സമ്മതം പറയാൻ പോവാ. നീ പറയുന്ന ഞാൻ സമ്മതിക്കാം. പക്ഷേ എന്റെ മുഖത്ത് നോക്കി നീ പറയണം, ഇനി ഒരു നിമിഷം പോലും വരുണിനെ നീ സ്നേഹിക്കില്ലെന്ന്. പ്രിയങ്കയ്ക്ക് വാക്കു കൊടുത്തിട്ട് ഇറങ്ങിപ്പോയാ പിന്നെ ഒരു നിമിഷം പോലും അവനെ ഓർക്കില്ലെന്ന്. പറ്റുമോ നിനക്ക്? മുത്തശ്ശി, നീ അടുത്തു നിന്ന് പോയാ എന്റെ മോൻ ചങ്ക് പൊട്ടിച്ചാവും. ദേവൻ ആള് ശുദ്ധന. ഇത്രയും ദേഷ്യമൊന്നും ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ടില്ല. എന്തായാലും കുറച്ചു നേരത്തിന് നമ്മൾ ആറ്റുവാശ്ശേരിയിലേക്ക് പോവണ്ട. കുറച്ച് കഴിയുമ്പോ എല്ലാം ഒന്ന് ആറി തണുക്കും. അപ്പൊ എങ്ങനെയെങ്കിലും വീട്ടിൽ കയറി പറ്റും. നമുക്കേ എന്തോ ഒരു പ്രശ്നമുണ്ട് മുത്തശ്ശി. നമ്മൾ ചിന്തിക്കുന്നൊക്കെ വലിയ വലിയ കാര്യങ്ങളാ. ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഒരു പൂർണ്ണതയിൽ എത്തുന്നില്ല. ഞാനേ ആ CA ഒന്ന് വിളിക്കട്ടെ. ഒന്നും പറ്റിയില്ലെങ്കിൽ ആ ലോക്കപ്പിലിട്ട് ജയഭാരതി അങ്ങ് കൊന്നേക്കാൻ പറയാം. ഹലോ ഹലോ ഹലോ, സുകുമാരിയാ സാറേ. എന്തായി സാറേ കാര്യങ്ങള്? ആ ജയഭാരതി പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ചത്തോ അതോ അവരിപ്പോഴും ജീവനോടെ ഉണ്ടോ? അവരങ്ങനെ പെട്ടെന്ന് പേടിക്കുന്ന കൂട്ടത്തിലുള്ളവരൊന്നുമല്ല. നടത്താവുന്ന ഭീഷണികളെല്ലാം ഞാൻ അവരോട് നടത്തി നോക്കി. എന്നിട്ടും ഒരു കുലുക്കുമില്ല. എന്നിട്ട് സാറിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ? പിന്നെ എന്തിനാ സാറേ സാർ ഈ യൂണിഫോം ഇട്ടോണ്ടിരിക്കുന്നേ? നാട്ടിലുള്ള പീക്കിരി പിള്ളേര് ഇതിലും ഭംഗിയായിട്ട് കാര്യം കൈകാര്യം ചെയ്യും. മതി മതി, നിങ്ങളുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. അതെ, എന്റെ ജോലി ചെയ്യാൻ എനിക്കറിയാം. ഞാൻ പറഞ്ഞത് വിട്ടേക്കാം സർ. ഞാൻ ചില കടുത്ത പ്രയോഗങ്ങളിലേക്കാ പോകുന്നത്. കണിമംഗലം ജയഭാരതി കൊച്ചമ്മ ഞാൻ പറയുന്ന കണ്ടീഷനിലേക്ക് പോരുമോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണം.
ഇല്ലെങ്കിൽ പിന്നെ അവര് ചിലപ്പോ മാനത്തോടെ ജീവിക്കില്ല. മാനത്തോടെ ജീവിക്കില്ലെന്ന് പറഞ്ഞ അയ്യോ എനിക്കതൊന്നും മനസ്സിലായില്ല സാറേ. എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലല്ല. ആ, നിങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാകാത്ത നിയമത്തിന്റെ ചില കുരുക്കുകളുണ്ട്. അതാ ഞാൻ അവരുടെ കഴുത്തിലേക്ക് കുരുക്കാൻ പോകുന്നത്. ഉം. അവരൊന്ന് കുതറിയാ പോലും അത് തനിയെ മുറുകും. പിന്നെ അവര് കിടന്നൊന്ന് പെടയും. നീ എവിടെയായിരുന്നു? എനിക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കണിമംഗലം ജയഭാരതി അമ്മ പോലീസ് സ്റ്റേഷനിലാ. അവരവിടെ നിന്ന് ഇറക്കണം. നീ എന്റെ കൂടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ വരണം. എന്നിട്ട് നീ വന്ന് ആ പരാതി പിൻവലിക്കണം. ചെയ്യുന്നത് സത്യമാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണമെന്ന് അച്ഛൻ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് നീ ചെയ്തതിൽ എന്താ സത്യം? ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി വായിച്ചു നോക്കിയാലേ അതറിയാം. കണിമംഗലം ജയഭാരതി എന്നെ തല്ലിയെന്നാ പരാതി. അത് സത്യമാ. എല്ലാവരുടെ കാരണം എന്താണെന്ന് എനിക്കറിയില്ലേ? ആ തല്ല് കൊണ്ടപ്പോഴല്ലേ ബുദ്ധിയില്ലാത്തവളായി അഭിനയിച്ച നീ ഒരു കുഴപ്പമില്ലാത്തവളാണെന്ന് തിരിച്ചറിഞ്ഞത്. അവരുടെ മുൻപിൽ ഇപ്പൊ നിയമത്തിന്റെ വഴികളില്ലേ? അവരൊക്കെ വലിയ ആളുകളല്ലേ? ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങട്ടെ. അല്ലെങ്കിൽ സാധാരണ അച്ഛൻ പറയുന്നൊരു വാക്കുണ്ട്, ദൈവം തീരുമാനിക്കട്ടെ എന്ന്. ജയഭാരതി അമ്മയുടെ കാര്യം ദൈവം തീരുമാനിക്കും. എടി, നീ ആരോടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അച്ഛന് മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അതിൽ ഒരു സംശയം വേണ്ട. എനിക്ക് അതിനുള്ള ധൈര്യം തന്നതേ എന്റെ മുത്തശ്ശിയാ.